മുടി വെട്ടിയതിന് കിടന്ന് കരഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഹലോ ലിറ്റിൽ മോൺസ്റ്റേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടി വെട്ടുന്നത് എനിക്കൊരു ചില്ലറ കാര്യം മാത്രമല്ല, വെറും ചില്ലാസ്. എനിക്ക് എങ്ങനെ വെട്ടിയാലും എന്ത് വെട്ടിയാലും എനിക്കിപ്പോൾ അതൊരു പ്രശ്നമല്ല കേട്ടോ. മുടി നീട്ടണമെന്നോ വളർത്തണമെന്നോ അങ്ങനെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വെറുതെ ഇരിക്കുമ്പോൾ മുടി വെട്ടുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ഹോബി കേട്ടോ. ആക്ച്വലി മുടി നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ടല്ലേ എന്തോ, പിന്നെ മുടി വെട്ടാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെട്ടാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ വെട്ടാന്ന് വിചാരിച്ചത്. ഞാൻ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ടിരുന്നു, ഭയങ്കര ഇങ്ങനെ കോല് പോലെ. അതിന് ശേഷം ഞാൻ എൻ്റെ തോള് വരെ വെച്ച് വെട്ടിയ മുടിയാണ് കേട്ടോ ഇത്. ഇനി ഇന്ന് മുടി വെട്ടാൻ പ്രചോദനമായത് ഇവളുടെ ബാങ്ക്സ് ആണ് കേട്ടോ. ഇവർക്ക് കർട്ടൻ ബാങ്ക്സ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ വേറെ എന്തോന്നോ ബാങ്ക്സ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒക്കെ കണ്ടിട്ട് ചിരിക്കണോ കാര്യമാണോ എന്ന് പറഞ്ഞിട്ട് ഇവള് കുറെ നേരം ഒന്ന് ചിരിച്ചിട്ടാ. പിന്നെ ഞാൻ മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് തരാം, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ മുടി വെട്ടാൻ എനിക്ക് ത്വര കയറി. അപ്പോൾ എനിക്ക് പിന്നെ ഇവക്ക് രാവിലെ വെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് പക്ഷെ അന്നേരം വെട്ടിയില്ല കേട്ടോ. അതിനുശേഷം വൈകിട്ടാണ് വെട്ടിയത്. അതിൻ്റെ ഇടയിൽ അശ്വതി ഒരു ടേബിൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേബിൾ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബട്ടർഫ്ലൈ കട്ടെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ മുടി കെട്ടി വെച്ചേക്കണം, എന്താണ് സംഭവം എന്നോ. ഇങ്ങനെ നല്ല കോമഡി ആയിട്ടുണ്ടല്ലോ, എനിക്ക് തന്നെ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. പിന്നെ ഇന്നലെ മേടിച്ച പിസ്സ ബോക്സ് ഉണ്ടായിരുന്നതുകൊണ്ട് മുടി താഴെ ഇടേണ്ടി വന്നില്ല. ഉള്ള മുടിയെല്ലാം വെട്ടി അതിനകത്ത് ഇട്ടുട്ടോ ഞാൻ. എന്നിട്ട് ഷോർട്ടാക്കി, നന്നായിട്ട് ഷോർട്ടാക്കാനൊക്കെ നോക്കി. പക്ഷെ എന്നിട്ടും നമ്മൾ ലെയേഴ്സ് ഒക്കെ ഷോർട്ട് ആയിട്ടുണ്ട്. പക്ഷെ മുടിയുടെ ലെങ്ത് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുടി വെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ കട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.